ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ലൂയിസ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ എങ്ങനെ ഫാസ്റ്റായിട്ട് വരയ്ക്കാം എന്നുള്ളതിന് ഒരു ഷോർട്ട് ട്രിക്കാണ്. ഇത് സ്കൂളിൽ പഠിപ്പിക്കുന്നതിൻ്റെ നേരെ റിവേഴ്സ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻസർ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്ന ആറ്റംസിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നാണ് നോക്കുന്നത്. ഇതിന് സാധാരണ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാർബണിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ ലൂയിസ് സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 6 ആണല്ലേ. അതായത് കാർബൺ എങ്ങനെയാണ് വരുന്നത്? ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ 4 ഇലക്ട്രോൺ. ഇതാണ് കാർബണിന്റെ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കാർബൺ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നതാണ്. 4 അല്ലേ? അപ്പോൾ കാർബണിന്റെ വാലൻസ് ഇലക്ട്രോൺസ് 4 എണ്ണമാണ്. ഈ ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ആദ്യം കാർബണിന്റെ സിമ്പൽ എഴുതി, എന്താണ്? സി. ഇനി 4 വാലൻസ് ഇലക്ട്രോൺ അല്ലേ, അതിനെ റെപ്രസെന്റ് ചെയ്യാനായി ഞാൻ 4 ഡോട്ട്സ് ആണ് ഇടുന്നത്. ഇനി ഒരാൾ ഇത് തന്നെ ഇങ്ങനെ വരച്ചു എന്ന് വിചാരിച്ചോ, അത് തെറ്റാണ്. കാരണം 4 വശത്തും ഓരോ ഇലക്ട്രോൺ ഫില്ല് ചെയ്തതിന് ശേഷം വേണം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2 എണ്ണം വീതം വരയ്ക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്സിജൻ ആറ്റം നോക്കാം. ഓക്സിജന് എത്ര വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്? 6 വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ ആ 6 എണ്ണം നമുക്ക് വരയ്ക്കാം. 1 2 3 4. ഇനി എത്ര എണ്ണം കൂടിയുണ്ട്? 2 എണ്ണം കൂടിയുണ്ട്. അത് പെയർസ് ആയിട്ട് വരയ്ക്കാം. നമുക്ക് എവിടെ വേണമെങ്കിലും പെയർ ചെയ്യാം. 1 2. ഇനി വേറൊരാൾ ഇങ്ങനെയാണ് വരച്ചതെന്ന് വിചാരിച്ചോ. 1 2 3 4, അടുത്തത് 5 6. മുകളിലാണ് 2 കുത്ത് വന്നത്. അത് കുഴപ്പമില്ല, ഇതിൽ ഏത് വരച്ചാലും ശരി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈഡ്രജൻ നോക്കാം. ഹൈഡ്രജൻ എത്ര വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്? അവസാനത്തെ ഷെല്ലിൽ ഹൈഡ്രജന് 1 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ വെറുതെ ഒരു കുത്തിട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലോറിൻ നോക്കാം. Cl അല്ലേ ക്ലോറിൻ. എത്ര വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്? 7 എണ്ണമാണുള്ളത്. അപ്പോൾ 1 2 3 4 5 6 7. അങ്ങനെയാണെങ്കിൽ നമുക്ക് നൈട്രജൻ നോക്കാം. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 7 ആണ്. അതിൻ്റെ കോൺഫിഗറേഷൻ 2,5 ആണ്. അതായത് വാലൻസ് ഇലക്ട്രോൺ 5 എണ്ണമാണ് വരുന്നത്. അപ്പോൾ നൈട്രജൻ 1 2 3 4 5. ശരിക്കും നമ്മൾ ഡോട്ട്സ് വരയ്ക്കുമ്പോൾ കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന രീതിക്ക് വേണം നമ്മൾ ഡോട്ട്സ് വരയ്ക്കാൻ. അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുവാണെങ്കിൽ നന്നായിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് മോളിക്യൂൾസും കോമ്പൗണ്ട്സും എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഇത് സ്കൂളിലെ മെത്തേഡല്ല, ഫാസ്റ്റസ്റ്റ് മെത്തേഡാണ്, റിവേഴ്സ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. എല്ലാ എലിമെൻസിനും അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. അതാണ് ഒക്ടേറ്റ് റൂൾ എന്ന് പറയുക. ഇതിന് എക്സെപ്ഷൻ ഉണ്ട്. ഹൈഡ്രജന് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. 2 എണ്ണം കിട്ടുമ്പോൾ തന്നെ ഹൈഡ്രജൻ ഹാപ്പി ആകും. 8 എണ്ണം അതിന് ആവശ്യമില്ല. ആദ്യം നമുക്ക് O2 വരയ്ക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. ഒരു ഓക്സിജന് എത്ര വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്? 6 വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്. ഇനി ഓക്സിജൻ എത്ര എണ്ണം വേണമെന്നാണ് ആഗ്രഹം? 8 എണ്ണം വേണമെന്ന്. അപ്പോൾ എത്ര എണ്ണത്തിൻ്റെ കുറവുണ്ട്? 2 എണ്ണം. അതാണ് നമ്മൾ എഴുതുക. അങ്ങനെ 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണത്തിൻ്റെ കുറവുണ്ട്? 4 എണ്ണം. ഇനി ഈ നമ്പർ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ 2. ഇതാണ് നമ്മുടെ നമ്പർ ഓഫ് ബോണ്ട്സ്. അതായത് O2ൽ 2 ബോണ്ടുകളാണ് ഉള്ളത്. അപ്പോൾ ഞാൻ 2O എഴുതി 2 ബോണ്ട് വരച്ചു. 2 ബോണ്ടുകളെയാണ് എന്തെന്ന് പറയുക? ഡബിൾ ബോണ്ട് എന്ന് പറയുക. ഇനി ചെയ്യേണ്ടത് ആദ്യത്തെ ഓക്സിജൻ എടുക്കുക. ഓക്സിജൻ എത്ര എണ്ണം വേണമെന്നാണ് ആഗ്രഹം? 8 എണ്ണം. ഇപ്പോൾ എത്ര എണ്ണം കയ്യിലുണ്ട്? ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ആണ്. അപ്പോൾ 2 ബോണ്ട് എന്ന് പറഞ്ഞാൽ 4 ഇലക്ട്രോൺ. അപ്പോൾ ഈ ഓക്സിജന് 2 ബോണ്ടാണുള്ളത്. അപ്പോൾ 4 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി എത്ര എണ്ണം കൂടി വരയ്ക്കണം? 4 എണ്ണം കൂടി വരയ്ക്കണം. എങ്കിലല്ലേ ടോട്ടൽ 8 ആവുകയുള്ളൂ. നേരത്തെ നമ്മൾ കാർബൺ ഒക്കെ വരച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ആദ്യം ഒറ്റയ്ക്ക് വരച്ചിട്ട് വേണം എന്ത് ചെയ്യാനെന്ന്, പിന്നീട് പെയേഴ്സായിട്ട് വരയ്ക്കാനെന്ന്. അത് ഒറ്റയ്ക്ക് ആറ്റംസ് നിൽക്കുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. എന്നാൽ നമ്മൾ ഇതേപോലത്തെ മോളിക്യൂൾസ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് പെയേഴ്സായിട്ട് വേണം വരയ്ക്കാൻ. അതായത് 1 2 3 4. ഇനി ഈ ഓക്സിജനും 4 എണ്ണം ഉണ്ട്. ഇനി 4 എണ്ണം കൂടി വരയ്ക്കണം. 1 2 3 4. ഇതാണ് O2ൻ്റെ സ്ട്രക്ചർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് N2 വരയ്ക്കാം. നൈട്രജൻ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്? 5 എണ്ണം. എത്ര എണ്ണം കൂടി വേണം അപ്പോൾ 8 എണ്ണം ആകാനായിട്ട്? 3 എണ്ണം കൂടി വേണം. അങ്ങനെ 2 നൈട്രജൻ ഉണ്ട്. അപ്പോൾ 3 + 3 6 എണ്ണം വേണം. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ നമ്പർ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ എന്താ കിട്ടിയത്? 3. അതായത് നൈട്രജനിൽ എത്ര ബോൺസ് ആണുള്ളത്? 3 ബോൺസ് ആണുള്ളത്. ഇനി ഈ നൈട്രജൻ നോക്കാം. ഇതിനിപ്പോൾ 1 2 3 ബോൺസ് ആണുള്ളത്. അതായത് 6 ഇലക്ട്രോൺ നമ്മൾ വെച്ചു. അപ്പോൾ 8 ഇലക്ട്രോൺ ആവാനായിട്ട് 2 എണ്ണം കൂടി വെക്കുക. ഈ നൈട്രജനോ, ഇതിന് 3 ബോൺസ് ഉണ്ട്. അതായത് 6 ഇലക്ട്രോൺ ഉണ്ട്. എത്ര എണ്ണം കൂടി വെക്കണം? അപ്പോൾ 2 എണ്ണം കൂടി വെക്കണം. ഇതാണ് N2ൻ്റെ സ്ട്രക്ചർ. ഇനി നമുക്ക് H2 വരയ്ക്കാം.
ഒരു ഹൈഡ്രജൻ എത്ര വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്? ഒരെണ്ണം. ഹൈഡ്രജൻ എത്ര എണ്ണമാണ് ടോട്ടൽ വേണ്ടത്? 2 എണ്ണം. അപ്പോൾ എത്ര എണ്ണത്തിൻ്റെ കുറവുണ്ട്? ഒരെണ്ണത്തിൻ്റെ കുറവ്. അങ്ങനത്തെ 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ ടോട്ടൽ 2 എണ്ണത്തിൻ്റെ കുറവുണ്ട് അല്ലേ? ഇത് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക, അപ്പോൾ എന്തായി? 1. അതായത് ഹൈഡ്രജൻ എത്ര ബോൺസ് ആണുള്ളത്? 1 ബോണ്ടാണുള്ളത്. ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, ഈ ഹൈഡ്രജൻ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇപ്പോൾ 1 ബോണ്ട് ഉണ്ടല്ലേ, അതായത് 2 ഇലക്ട്രോൺ ഉണ്ട്. ഹൈഡ്രജൻ്റെ 2 എണ്ണം മതിയല്ലോ. അപ്പോൾ ഈ ഹൈഡ്രജൻ ഹാപ്പിയാണ്. ഈ ഹൈഡ്രജനോ ഇതിനും 1 ബോണ്ട് ഉണ്ട്, അതായത് 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഈ 2 ഹൈഡ്രജനും ഹാപ്പിയാണ്. അപ്പോൾ ഇതാണ് H2. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാർബൺ മോണോക്സൈഡ് ഒന്ന് വരച്ച് നോക്കാം. കാർബണിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്? 4 എണ്ണം. അപ്പോൾ എത്ര എണ്ണം കൂടി വേണം? 8 എണ്ണം തികയാൻ 4 എണ്ണം വേണം. ഓക്സിജൻ എത്ര വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്? 6 എണ്ണം. അപ്പോൾ 8 എണ്ണം തികയാൻ എത്ര എണ്ണം കൂടി വേണം? 2 എണ്ണം. ഇത് കൂട്ടിയാൽ 6 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 3 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ എത്ര ബോൺസ് ആണുള്ളത്? 3 ബോൺസ് ആണുള്ളത്. അപ്പോൾ അത് വരയ്ക്കാം. ഞാൻ സിയും ഒയും എഴുതി 3 ബോൺസ് വരച്ചു. 3 ബോൺസിനെയാണ് ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുക കേട്ടോ. ഇനി കാർബണിന് ഇപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ബോണ്ട് എന്ന് പറയുമ്പോൾ 6 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 2 എണ്ണം കൂടി വരയ്ക്കണം. അപ്പോൾ 8 ആയി. ഓക്സിജൻ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 3 ബോൺസ് എന്ന് പറയുമ്പോൾ 6 ഇലക്ട്രോൺസ് ഉണ്ട്. 2 എണ്ണം കൂടി വരയ്ക്കണം. അപ്പോൾ 8 ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് H2O വരച്ച് നോക്കാം. H2O എന്ന് പറയുമ്പോൾ നടുക്ക് വരയ്ക്കേണ്ടത് ഏതായിരിക്കും? ഓക്സിജൻ ആയിരിക്കും. അതെന്താ? ഓക്സിജൻ ഒരെണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് വരയ്ക്കുകയാണെങ്കിൽ സിമ്മട്രിക് ആയിട്ട് ഇരിക്കും. ഹൈഡ്രജൻ എത്ര വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്? ഒരെണ്ണം. എത്ര കൂടി വേണം? ഒരെണ്ണം കൂടി മതി. കാരണം അതിന് ടോട്ടൽ 2 എണ്ണം മതിയല്ലോ. അങ്ങനത്തെ 2 ഹൈഡ്രജൻ ഉണ്ടല്ലേ, അപ്പോൾ 2 ഹൈഡ്രജനും കൂടി 2 ഇലക്ട്രോൺ വേണം. ഇനി ഓക്സിജന് 6 വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്, 2 എണ്ണം കൂടി വേണം. അപ്പോൾ ടോട്ടൽ 4 ഇലക്ട്രോൺ നമുക്ക് വേണം. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക, അതായത് 2. അതായത് ഈ H2Oയിൽ ടോട്ടൽ 2 ബോണ്ടാണ് ഉള്ളത്. ഇനി ആ 2 ബോണ്ട് എവിടെയാണ് വരയ്ക്കേണ്ടതെന്ന് എങ്ങനെ അറിയാം? എന്താണെങ്കിലും ഇത് തമ്മിൽ ജോയിൻ ചെയ്യാൻ 1 ബോണ്ട് വേണം, ഇത് തമ്മിൽ ജോയിൻ ചെയ്യാൻ 1 ബോണ്ട് വേണം. ഇപ്പോൾ 2 എണ്ണം ആയല്ലോ. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? നമുക്ക് ഹൈഡ്രജൻ നോക്കാം. ഹൈഡ്രജൻ ഇപ്പോൾ 1 ബോണ്ട് ഉണ്ട്, അതായത് 2 ഇലക്ട്രോൺ ഉണ്ട്. ഹൈഡ്രജൻ അത്രയും മതി, ഹാപ്പിയായി. ഈ ഹൈഡ്രജനും 2 ഇലക്ട്രോൺ ഉണ്ട്, അത് ഹാപ്പിയായി. ഓക്സിജനോ? ഇവിടെ ടോട്ടൽ 2 ബോണ്ടാണ് ഓക്സിജൻ ഉള്ളത്, അതായത് 4 ഇലക്ട്രോൺ ഉണ്ട്. ഓക്സിജൻ 8 എണ്ണം വേണമെന്നാണ് ആഗ്രഹം, അപ്പോൾ 4 എണ്ണം കൂടി വരച്ച് കൊടുക്കണം. H2Oയുടെ സ്ട്രക്ചർ ശരിക്കും ഇങ്ങനെ നേരെ 180 ഡിഗ്രിയിലല്ല ഇരിക്കുന്നത്, ബെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതായത് O ഇങ്ങനെ താഴോട്ടാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ശരിക്കും വരയ്ക്കേണ്ടത്. അത് നമ്മൾ മുൻകൂട്ടി അറിയാതെ വേറെ മാർഗമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി CH4 നോക്കാം. CH4ൽ നടുക്ക് എന്തായിരിക്കും? C ആയിരിക്കും അല്ലേ? എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 4 വശത്തും ഹൈഡ്രജൻ വരച്ചാൽ മതി. കാർബണിൽ 4 വാലൻസ് ഇലക്ട്രോൺ ആണ്, അപ്പോൾ കാർബണിന് 4 എണ്ണം കൂടി വേണം. ഹൈഡ്രജൻ 1 വാലൻസ് ഇലക്ട്രോൺ ആണ്, ഹൈഡ്രജൻ 1 എണ്ണം കൂടി മതി. അങ്ങനത്തെ 4 ഹൈഡ്രജൻ ഉണ്ട്, അതായത് ടോട്ടൽ ഹൈഡ്രജൻസിന് ടോട്ടൽ 4 ഇലക്ട്രോൺ വേണം. അതായത് ടോട്ടൽ 8 ഇലക്ട്രോൺ നമുക്ക് വേണം. അതിനെ 8 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക, അപ്പോൾ 4. അതായത് CH4ൽ ടോട്ടൽ 4 ബോൺസ് ആണുള്ളത്. ഇവിടെ ജോയിൻ ചെയ്യാൻ എന്താണെങ്കിലും 4 വരെ വരയ്ക്കേണ്ടി വരും. അപ്പോൾ ടോട്ടൽ 4 ബോൺസ് ആയല്ലോ. ഇനി ഹൈഡ്രജൻ നോക്കാം. ഹൈഡ്രജൻ 1 ബോണ്ട് ഉണ്ട്, അപ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ട്. ഹൈഡ്രജൻ ഹാപ്പിയാണ്, 4 വശത്തും ഹൈഡ്രജൻ ഹാപ്പിയാണ്. കാർബണോ? കാർബണിന് 4 ബോൺസ് ഉണ്ട്, അതായത് 8 ഇലക്ട്രോൺ ഉണ്ട്, അപ്പോൾ കാർബണും ഹാപ്പിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് CO3 2- ഒന്ന് വരച്ച് നോക്കാം. കാർബണിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 4 എണ്ണമാണ്, 4 എണ്ണം കൂടി വേണം. ഇനി ഓക്സിജൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് 6 എണ്ണമാണ്, 2 എണ്ണം കൂടി വേണം. അങ്ങനത്തെ 3 ഓക്സിജൻ ഉണ്ട്, അപ്പോൾ 2 × 3 6 എണ്ണം കൂടി വേണം. ഇനി ഇവിടെ 2- എന്ന് കണ്ടില്ലേ? നമ്മൾ റിവേഴ്സ് മെത്തേഡ് ഉപയോഗിക്കുന്ന കാരണം 2- എന്ന് പറയുമ്പോൾ മൈനസ് തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആ -2 ഞാനിവിടെ എഴുതി, അതായത് 4 + 6 - 2, അതായത് 10 - 2 എന്ന് പറഞ്ഞാൽ 8. 8 ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത്, 4. അതായത് CO3 2- 4 ബോൺസ് ആണുള്ളത്. ഇനി ആരെയായിരിക്കും നമ്മൾ സെൻറ്ററിൽ വയ്ക്കുക? കാർബണിനെ ആയിരിക്കും. കാരണം എന്താ? കാർബൺ മാത്രമേ ഇവിടെ ഒരെണ്ണം ഉള്ളൂ അല്ലേ, ബാക്കി ഓക്സിജൻ 3 എണ്ണമാണ് ഉള്ളത്. എന്താണെങ്കിലും ഇതിനെയൊക്കെ ജോയിൻ ചെയ്യാൻ ഓരോ ബോൺസ് വരയ്ക്കണം. ടോട്ടൽ 4 ബോൺസ് എന്നല്ലേ പറഞ്ഞത്? എല്ലായിടത്തും ഓക്സിജൻ അല്ലേ, അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം എന്ത് ചെയ്താൽ മതി? ഡബിൾ ബോണ്ട് ആക്കിയാൽ മതി. ഈ ഓക്സിജൻ ഇപ്പോൾ 1 ബോണ്ടാണുള്ളത്, അതായത് 1 2 ഇലക്ട്രോൺസ് ആണുള്ളത്, അപ്പോൾ 6 എണ്ണം കൂടി നമുക്ക് വരച്ചു കൊടുക്കാം. ഈ ഓക്സിജനോ ഇതിനും 1 ബോണ്ടാണുള്ളത്, അപ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ട്, 6 എണ്ണം കൂടി വരച്ചു കൊടുക്കാം. പെയേഴ്സ് ആയിട്ട് വേണം എപ്പോഴും വരയ്ക്കാൻ കേട്ടോ. ഇനി ഈ ഓക്സിജനോ 2 ബോൺസ് ഉണ്ടല്ലേ, അപ്പോൾ 4 ഇലക്ട്രോൺ ഉണ്ട്, ബാക്കി നമ്മൾ വരച്ചു കൊടുത്താൽ മതി. കാർബണോ 1 2 3 4 ബോൺസ് ഉണ്ട്, അതായത് 8 ഇലക്ട്രോൺ ഓൾറെഡി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് NH4+ ചെയ്ത് നോക്കാം. നൈട്രജൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ്? 5, അപ്പോൾ 8 എണ്ണം തികയാൻ 3 എണ്ണം കൂടി വേണം. ഹൈഡ്രജൻ്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? 1, അപ്പോൾ 1 എണ്ണം കൂടി വേണം. അങ്ങനത്തെ 4 ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 4 എണ്ണം കൂടി വേണം.
ഇനി നേരത്തെ മൈനസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ ഇവിടെ പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്ലസ് തന്നെയാണ് ചെയ്യേണ്ടത്. വെറുതെ പ്ലസ് എന്ന് എഴുതിയാൽ അത് 1+ ആണല്ലേ. അപ്പോൾ +1 കൂടി ചെയ്യാം. അതായത് 3 + 4 + 1, അതായത് 8 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 4. അതായത് NH4+ 4 ബോൺസ് ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ നടുക്ക് നൈട്രജൻ വെക്കുവാണ്. ചുറ്റിനും എന്ത് വയ്ക്കുക? 4 ഹൈഡ്രജൻ വെക്കുക. ഇത് ജോയിൻ ചെയ്യിക്കണമെങ്കിൽ തന്നെ 4 ബോൺസ് വേണം. അപ്പോൾ ഇനി കൂടുതൽ വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. 4 ബോൺസ് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി ഹൈഡ്രജൻ നോക്കാം. ഹൈഡ്രജന് ഒരു ബോണ്ട് ഉണ്ട്, അതായത് 2 ഇലക്ട്രോൺ ഉണ്ട്. ഹൈഡ്രജൻ ഹാപ്പിയാണ്, 4 വശത്തും ഹൈഡ്രജൻ ഹാപ്പിയാണ്. ഇനി നൈട്രജനോ 1 2 3 4 ബോൺസ് ഉണ്ട്, അതായത് 8 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ നൈട്രജനും ഹാപ്പിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് NH3 വരച്ച് നോക്കാം. നൈട്രജൻ 5 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. എത്ര എണ്ണം കൂടി വേണം? 3 എണ്ണം കൂടി വേണം. ഹൈഡ്രജൻ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്? 1 എണ്ണം. എത്ര എണ്ണം കൂടി വേണം? 1 എണ്ണം കൂടി വേണം. അങ്ങനത്തെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 എണ്ണം. അപ്പോൾ 3 എണ്ണം കൂടി വേണം. ടോട്ടൽ 6 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 3, അതായത് 3 ബോൺസ് ആണ് ഇതിലുള്ളത്. NH3 എന്ന് പറയുമ്പോൾ എങ്ങനെ വരയ്ക്കാം? N-നെയാണ് നടുക്ക് വയ്ക്കുക. ഇത് ജോയിൻ ചെയ്യിക്കണമെങ്കിൽ തന്നെ 3 ബോൺസ് വേണം അല്ലേ. ഇനി ഹൈഡ്രജൻ ഒരു ബോണ്ട് ഉണ്ട്, അതായത് 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ഹാപ്പിയാണ്. എല്ലാ വശത്തും ഹൈഡ്രജന് ആവശ്യമുള്ള ഇലക്ട്രോൺസ് കിട്ടിയിട്ടുണ്ട്. ഇനി നൈട്രജനോ? നൈട്രജന് ഇവിടെ 1 2 3 ബോൺസ് ആണുള്ളത്, അതായത് 6 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ നൈട്രജൻ എത്ര എണ്ണം കൂടി വേണം? 8 എണ്ണം തികയാനായിട്ട് 2 എണ്ണം കൂടി വേണം. അപ്പോൾ നമുക്ക് ആ 2 എണ്ണം കൂടി വരച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് OH- വരച്ച് നോക്കാം. ഓക്സിജൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് 6 എണ്ണമാണ്, 2 എണ്ണം കൂടി വേണം. ഹൈഡ്രജൻ്റെ വാലൻസ് ഇലക്ട്രോൺ 1 എണ്ണമാണ്, 1 എണ്ണം കൂടി വേണം. അപ്പോൾ ടോട്ടൽ 3. പക്ഷേ എന്താണ്, ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലേ. മൈനസ് ആണെങ്കിൽ എന്ത് തന്നെ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്? മൈനസ് തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് 3 - 1, അതായത് 2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ഇവിടെ ഒരു ബോണ്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഓയും വെച്ചും എഴുതി, ഒരു ബോണ്ട് ഞാൻ വരച്ചല്ലോ. ഇനി ഓക്സിജൻ എത്ര ഇലക്ട്രോൺ കൂടി വേണം? ഓക്സിജൻ ഇവിടെ ഒരു ബോണ്ടാണുള്ളത്, അതായത് 2 ഇലക്ട്രോൺ ആയിട്ടുള്ളൂ. ഇപ്പോൾ ബാക്കി 8 തയ്ക്കാൻ വേണ്ടി 6 ഇലക്ട്രോൺ ഞാൻ വരച്ചു. ഇനി ഹൈഡ്രജനോ? ഹൈഡ്രജൻ ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, അതായത് 2 ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ OH- എന്നുള്ളത് കാരണം നമുക്ക് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് മൈനസ് എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ NH4+ എന്നുള്ളപ്പോൾ നമുക്ക് ഇതിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാക്കിയിട്ട് പ്ലസ് എന്ന് എഴുതാം. അതല്ലെങ്കിൽ CO3 2- എന്നാണെങ്കിൽ നമുക്ക് ഇതിനൊരു സ്ക്വയർ ബ്രാക്കറ്റിലിട്ടിട്ട് 2- എന്ന് എഴുതാം. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ ഈ മെത്തേഡാണെങ്കിലോ നമുക്ക് ചില എക്സെപ്ഷൻസ് വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഇത് ഞാൻ മുഴുവനായിട്ട് വരച്ചിട്ടില്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. SO3 2- വരയ്ക്കുമ്പോൾ സൾഫറിന് 4 ബോൺസ് അല്ലേ, അതായത് 8 ഇലക്ട്രോൺ പ്ലസ് ഈ 2 ഇലക്ട്രോൺ, അതായത് 10 ഇലക്ട്രോൺ വരുന്നുണ്ട്. ഔട്ടർ മോസ്റ്റിൽ 8 അല്ലേ വരേണ്ടത്, പക്ഷേ ഇവിടെ 10 എണ്ണം വരുന്നുണ്ട്. അങ്ങനത്തെ എക്സെപ്ഷൻസ് ഉണ്ട്. അതുപോലെ BF3 വരയ്ക്കുമ്പോൾ ബോറോണിന് 3 ബോൺസ് ആണുള്ളത്, അതായത് ടോട്ടൽ 6 ഇലക്ട്രോൺസേ വരുന്നുള്ളൂ. 8 അല്ലേ വേണ്ടത്, പക്ഷേ 6 എണ്ണമേ ഉള്ളൂ. ഇങ്ങനത്തെ എക്സെപ്ഷൻസ് വരുന്ന ചില കോമ്പൗണ്ട്സ് ഉണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.